എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകളുടെ ഈ കളിയാക്കലും ട്രോളൊക്കെ കാണുമ്പോ നല്ലപോലെ ചെയ്യണം, നല്ലപോലെ റിവ്യൂസിൽ മറ്റേ ട്രോളുകളോടാണല്ലോ കുറച്ചുകൂടി എയറിലായത്. അപ്പൊ അല്ല, താൻ ട്രോളിനെ സ്നേഹിക്കുന്ന ആളാണ്, അതിന്റെ ട്രോളിയും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ട്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ നടന്മാരെ വരെ ട്രോളാറുണ്ട്. അപ്പൊ അവരാരും ശ്രദ്ധിക്കാറ് നമ്മളെപ്പോലുള്ളൊരു സിനിമയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരാളെ ട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ കണ്ടാൽ പോലെ അവർക്കും ട്രോൾ വരുന്നുണ്ട്, സാധാരണക്കാരൻ ട്രോൾ വരുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് ഹൈപ്പിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയുടെ മുകളിലെത്തിയെന്ന് താഴത്തെത്തിയെന്നും പറയുന്നില്ല. അലന്റെ ഒരു സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയാ? കല്യാണം കഴിക്കണമെന്നാണോ അല്ലെങ്കിൽ വേറെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കണമെന്നാണോ? എന്താണ് ആഗ്രഹം? ആദ്യം ഫ്രണ്ട്ഷിപ്പ്, അത് കഴിഞ്ഞിട്ട് മാരേജ്. അങ്ങനെ ലവ് മാരേജ് ആയിരിക്കണം. ലവ് കഴിഞ്ഞിട്ട് മാരേജ്. ഓരോ ആണിനെ പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണല്ലാണ്ട് ഒരു ദിവസം കണ്ട് 6 മാസം കഴിയുമ്പോ കല്യാണത്തിന് കാത്തിരുന്ന് കെട്ടണതും താല്പര്യമില്ല. പ്രേമിച്ച് കഴിക്കാൻ താല്പര്യം കൂടുതൽ. എന്താ പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം? ഡാൻസും പാട്ടൊക്കെ അത്യാവശ്യം വീക്കൻസ് ഉണ്ടായിരിക്കണം, സിനിമയും ബ്രഹ്മം ഉണ്ടായിരിക്കും, പിന്നെ സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരിക്കണം. ഇതാണ് അലന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അല്ലെ? അല്ല, അവിടെ പറഞ്ഞത് ട്രോളിന് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് കാണാനുള്ള ഭംഗിയുള്ള പെണ്ണ് വേണം, കാറ് വേണം. പല സംഭവങ്ങളും ട്രോള് വരാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാൽ ട്രോൾ ആകും നമുക്ക് പെട്ടെന്ന് തോന്നിയ അങ്ങനത്തെ ഒരു കളറിനെ ആസ്തമാക്കി പറയാം വിവാദമാവും. അതുകൊണ്ടാണ് അവിടെയൊക്കെ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എന്റെ അടുത്ത് സത്യസന്ധമായിട്ടാണ് കാര്യം സംസാരിക്കുന്നത്. ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്, അല്ലാതെ അലം പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. എനിക്ക് കാറൊന്നും വേണ്ട അല്ലേ? ഞാൻ പ്രതീക്ഷിക്കാമല്ലോ. ഉണ്ട്, അല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ശ്രീധരം കൊടുത്ത് കെട്ടിക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ശ്രീധരം മേടിക്കും, കാറ് മേടിക്കും, തന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റായിട്ട് മേടിക്കും. ഗിഫ്റ്റ് ആയിട്ടാണ്, ശ്രീധരനായിട്ടല്ല. ശ്രീധരൻ പറയാൻ വേണമെങ്കിൽ വരുമ്പോളേ കാറ് വേണം. കാർ ഓടിക്കാൻ പെണ്ണിന് ലൈസൻസും വേണം. പെണ്ണിനെ അറിയണം. ഞാൻ ഓടിക്കൂല. കാറപ്പൊ പെണ്ണിനാണ്. ഞാൻ ഓടിക്കൂല. കാർ ഓടിക്കാൻ പേടിയാ. ലൈസൻസ് ഉണ്ട്, എന്നാലും അത്ര വലിയ ട്രാഫിക്കിലേക്ക് ഓടിക്കാനുള്ള ഏരിയയില്ല. അപ്പൊ അലന് ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടോ? അത് അലൻ കാണുമ്പോ ഇങ്ങനെ ക്രഷ് തോന്നാറുണ്ട് ആറട്ടെണ്ണനെ പോലെ? നടിമാരോട്ട് പലർക്കും ക്രഷ് തോന്നിയിട്ടുണ്ട്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് തോന്നിയിട്ട് സ്റ്റോക്ക് ചെയ്തോ? സ്റ്റോക്കിങ്ങിന് ശ്രമിച്ചിട്ടുണ്ടോ? സാനിയപ്പനോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു സാനിയപ്പനോട്? നമ്മളങ്ങനെ ക്രഷ് എന്ന് പറഞ്ഞാൽ അഭിനയത്തോടുള്ള ക്രഷ് അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ലവ് അല്ലല്ലോ. ക്രഷ് എന്ന് പറഞ്ഞാൽ അഭിനയത്തോട് ക്രഷ്. പിന്നെ ഇങ്ങോട്ട് ഇഷ്ടമുണ്ടായി നമ്പറൊക്കെ തേടി പോയി വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും നമുക്കില്ല, ചെയ്തിട്ടില്ല. നമ്മളൊരു ക്രഷ് പറയുക അത്രേ ഉള്ളൂ. ഹണി റോസിനോട് ക്രഷ് ഉണ്ട്. ഹണി റോസിന്റെ ക്രഷ് എന്നുള്ള കാരണം ഹണി റോസിന്റെ ഓരോ അഭിനയങ്ങളും അഭിനയം കണ്ടിട്ടാണ്. പിന്നെ കല്യാണി അനാർക്കലി മരക്കാർ, അങ്ങനെ അവരുടെ അഭിനയം കണ്ടിട്ടാണ്. മറ്റേ ഇതിന്റെ സുലേഖ മനസ്സിലായി അത് കണ്ടിട്ട് അനാർക്കലി മരക്കാറ്, അവരുടെ എല്ലാം ക്രഷ് ഉണ്ട്. അഭിനയത്തിന്റെ ഒരു ആരാധനയും ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹണി റോസിന്റെ ഉദ്ഘാടനത്തിനോടാണോ? ഉദ്ഘാടനത്തിനാണ് ഹണി റോസിന്റെ ക്രഷ് തോന്നുന്നത്. ഉദ്ഘാടനത്തിനല്ല, കുംഭസാരത്തിലൊക്കെ അഭിനയം. കുംഭസാരത്തിൽ അഭിനയിച്ചത്, ചങ്സിലെ അഭിനയം. ഉദ്ഘാടനം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അലമ്പ